ഞാൻ ഇതെന്റെ മേക്കപ്പ് സെറ്റ്. മേക്കപ്പ് ചെയ്യാൻ ഇതെനിക്ക് ഹോസ്പിറ്റലിൽ വെള്ളം കുടിക്കാനുള്ള പുതുമുത്തൻ ഗ്ലാസ്. ഞാൻ 3 ഇതുപോലത്തെ സ്ലിപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് എനിക്ക്, ഒന്ന് സീതുവിന്, അമ്മയ്ക്ക്, ഒന്ന് റീനാമ്മയ്ക്ക്. ഒരു കുഞ്ഞു ടോയ് ഉണ്ട്, ഒരു കിലുക്ക. ചായപ്പൊടിയും പഞ്ചസാര എടുത്താൽ മതിയല്ല. ഞങ്ങൾ അങ്ങോട്ട് വീട് താമസം മാറ. ഇതാണ് ഞങ്ങളുടെ മെയിൻ സാധനം കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ, നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ വാങ്ങണതും കുറെ സാധനങ്ങളുടെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം കൂടി ഒരു ബോക്സിലേക്ക് ആക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന രീതിയിലാണ് കേട്ടോ. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മുഴുവൻ സാധനവും ഞാൻ പല പല വീഡിയോയിൽ നോക്കി കണ്ടുപഠിച്ചതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചോദിക്കുമ്പോൾ അവർ പറയും ഒന്നും വേണ്ട എന്ന് പറയും. പിന്നെ അവർ വേറെ എന്തെങ്കിലും ഒക്കെ പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. അത് ഹോസ്പിറ്റലിൽ നമ്മൾ ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അവർ തന്നെയല്ലേ സാധനങ്ങൾ തന്നത്. അപ്പൊ കുറെ സാധനം ഒന്നും വേണ്ട. പക്ഷെ എങ്കിലും എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറെ വീഡിയോ റെഫർ ചെയ്തു. എന്നിട്ട് വീഡിയോയിൽ കണ്ട സാധനങ്ങളെല്ലാം കൂടി ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്തേക്കണേ. അപ്പം ഇത് എന്റെയും അമ്മയുടെയും കിച്ചണിന്റെയും കൂടി കുഞ്ഞിന്റെ നമ്മൾ കുഞ്ഞിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പാക്കിങ്ങിന് ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ അങ്ങനെ കുറച്ച് അല്ലറ സാധനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. ഞാൻ ഇതുപോലെ വീഡിയോ കണ്ടിട്ടാണ് ഇതൊക്കെ പാക്ക് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ട് പാക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പല പല സാധനങ്ങളുണ്ട്. ഞാൻ ഒന്നിനൊരു കുറവ് വേണ്ട. ഇനി അവസാനം നമ്മൾ ലാസ്റ്റ് മീറ്റിൽ നിന്നിട്ട് അയ്യോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ കൈ കിട്ടിയത് കണ്ടതായ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ എവിടെ പോയാലും ഓവർ പാക്കിങ്ങിന്റെ ആളാണ്. പിന്നെ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സോ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. സോ ഈ ഒരു നമ്മൾ മൊത്തം ഒറ്റ സൂട്ട് കേസിലാക്കി എല്ലാം കൂടി കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ആ സമയത്ത് എല്ലാം കൂടി ഇട്ട് വിരകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മള് കുഞ്ഞിന്റെ മാത്രം സെപ്പറേറ്റ് ആക്കി ആൻഡ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു ബോക്സിലും ആക്കി. അങ്ങനെയാണ് ആക്കി വെച്ചേക്കണേ കേട്ടോ. അപ്പൊ ഈ ഒരു കുഞ്ഞു സൂട്ട് കേസ് അല്ലല്ലോ, ഈ ഒരു കുഞ്ഞു ലഗേജ് ബാഗിൽ മൊത്തം നമ്മള് കുഞ്ഞിന്റെ സാധനങ്ങളാണ്. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ സാധനങ്ങളും ഞാൻ ഭാര്യ വിതറിയിട്ടുണ്ട് ഇതില്. സോ അമ്മ ബോക്സ് വർക്ക്. സോ ഇങ്ങനെയാണ് നമ്മള് പാക്ക് ചെയ്തിട്ടുള്ളത്. അതില് ഫസ്റ്റ് എന്ന് പറഞ്ഞാല് പൊക്കി കാണിക്കണം. ഇത് കണ്ടോ, ഞാൻ ഇതുപോലത്തെ ഒരു ബാഗ് വാങ്ങിച്ചു. ഇത് നമ്മുടെ സാരി ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മീഷോയിലും ആമസോണിലൊക്കെ കിട്ടും. അപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞതെന്ന് പറഞ്ഞാല് നോർമൽ ഡെലിവറിക്ക് 3 ദിവസമാണ് നമുക്ക് അവിടെ വരിക. ഇനിയിപ്പോ ഇൻ കേസ് നമുക്ക് സിസേറിയൻ എന്തെങ്കിലും വേണമെങ്കിൽ 5 ദിവസം വരികയാണ്. അപ്പൊ ഞാൻ മാക്സിമം നമ്മൾ 5 days ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ 5 ദിവസത്തേക്ക് ഞാൻ ഇതുപോലെ 5 പാക്കറ്റ് ആക്കിയിട്ടാണ് കുഞ്ഞിന്റെ എടുത്തത്. അപ്പൊ ആ സമയത്ത് ഞാനായിരിക്കില്ലല്ലോ ഇതെല്ലാം എടുക്കുക. അമ്മയായിരിക്കും, അല്ലെങ്കിൽ റീനാമ്മയായിരിക്കും, അല്ലെങ്കിൽ കിച്ചാമ്മനായിരിക്കും, അച്ഛനായിരിക്കും, അങ്ങനെ വേറെ ആരെങ്കിലും ആയിരിക്കും എടുക്കുക. അപ്പൊ ഇങ്ങനെ ആകുമ്പോഴേക്കും അവർക്ക് അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു പാക്കറ്റില് ഒരു കുഞ്ഞിന് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ ഒരു പാക്കറ്റ് തുറന്ന് കാണിച്ചു തരാം. അങ്ങനത്തെ 5 പാക്കറ്റ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് പല വെബ്സൈറ്റിൽ നിന്നാണ്. നമ്മള് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ആമസോൺ, അതുപോലെ തന്നെ മീഷോ, അങ്ങനെയുള്ള ആപ്പുകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സാരി ബാഗ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ ഒരു സാരി ബാഗ് മേടിച്ചിട്ടാണ് അതിൽ വെച്ചേക്കുന്നത്. അങ്ങനെ 5 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തൊക്കെയാളെ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞു ക്യാപ്പ് ഉണ്ട് കേട്ടോ, ക്യാപ്പ്. ആൻഡ് ഇത് നമുക്ക് ഈ റിസീവിങ് ടവൽ ഇല്ലേ, അത് തന്നെ നമുക്ക് ഇങ്ങനെ കൊച്ചിനെ റാപ്പ് ചെയ്ത് കിടത്തണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടവൽ, റിസീവിങ് ടവൽ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാട്ടെ എന്റെ ഫോട്ടോ. ഇതെല്ലാം മടക്കി നമ്മളിതെല്ലാം വാങ്ങി കഴുകി ഡെറ്റോളിൽ മുക്കി കഴുകി ഉണക്കി മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള 2-3 ടവലുകൾ കാര്യങ്ങളുണ്ട് കുഞ്ഞിനെ തുടയ്ക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. ആൻഡ് ഇത് വേറെ ഒരു തലയില് വെക്കണ തൊപ്പിയാണ് കേട്ടോ. അയ്യോടാ, ഇത് കയ്യിലല്ലേ, ഇത് കയ്യിലിടുന്നത്. ഇത് കയ്യിലിടുന്ന മിറ്റൻസ് ഇല്ലേ, ഇതൊക്കെ ഇടുവോന്നൊന്നും അറിയില്ല നമ്മുടെ ആള്. എന്നാലും നമ്മളെല്ലാം കൊണ്ടുപോവാണ്. അല്ല, ഇത് കാലിലിടുന്നത് അമ്മ, ഇത് കയ്യിലിടുന്നത്. ഇത് കയ്യിലിടുന്ന മിറ്റൻസ് ഉണ്ട്. ആൻഡ് ഇത് റോംബർ. എല്ലാരും പറഞ്ഞു കേട്ട അറിവാണ്, ഇതുള്ളതാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുഞ്ഞു വയറിനുള്ളിൽ നല്ല ചൂടിലായിരിക്കും കിടക്കുക. പുറത്തു വരുമ്പോ അതേ ആ ഒരു വാം നമ്മള് കീപ്പ് ചെയ്യണം എന്ന് പറയുമല്ലോ.
എന്റെ കൊച്ചു ശരിക്കും പറഞ്ഞൊരു സമ്മർ ബേബിയാണ്. ഉടുപ്പിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, എങ്കിലും എല്ലാം നമ്മളൊരു കരുതൽ എന്ന രീതിയിൽ ഒരു റോംബറും വെച്ചിട്ടുണ്ട്. ലെങ്കോട്ടിയില്ലേ, അതാണ്. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. വേണമെങ്കിൽ അതെ, എല്ലാം ഇരുന്നോട്ടെ. ഇതൊരു കെട്ടുടുപ്പാണ് കേട്ടോ, കുഞ്ഞുടുപ്പ്. കെട്ടുടുപ്പ് കളറും ഉണ്ട്, നമുക്ക് അല്ലാണ്ട് വൈറ്റും ഉണ്ട്. ഇത് കോട്ടണിൽ വരുന്ന വിടർത്തി കാണിക്കും. പണ്ടത്തെ ഉടുപ്പാണത്, പണ്ടത്തെ കെട്ടുടുപ്പില്ലേ നമ്മളൊക്കെ ചെറുതാർത്തപ്പോ. അതന്നെ, ഇങ്ങനത്തെ കെട്ടുടുപ്പുണ്ട്. കോട്ടന്റെ ആണ്. കെട്ടുടുപ്പുകളൊക്കെ നമ്മൾ 2-3 ഒരു പാക്കറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുഞ്ഞിന്റെ 1ഉം 2 ഒക്കെ ഭയങ്കര പെട്ടെന്നായിരിക്കും എന്നാണ് എല്ലാ വീഡിയോസിലും പറയുന്നത് എല്ലാരും, അല്ലെ? പെട്ടെന്ന് ഞങ്ങൾക്ക് ശൂശുമ്പാനൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മാറ്റണമല്ലോ. അതുകൊണ്ട് ഒരു 3-4 ഒക്കെ വെച്ചിട്ട് കൊച്ചിന്റെ കെട്ടുടുപ്പ് ഓരോ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 5 പാക്കറ്റാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാല് കോട്ടന്റെ തന്നെ ടവലുണ്ട്, ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. കുഞ്ഞിനെ നമുക്ക് എന്തെങ്കിലും തുടക്കാനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ, എന്തിനാണെന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇതൊക്കെ ആവശ്യമുണ്ട് എന്ന് പല ആൾക്കാർ പറഞ്ഞു കേട്ടു. പിന്നെ ഞാനിങ്ങനെ നമ്മുടെ ഓൺലൈൻ സൈറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടുമല്ലോ, ഹോസ്പിറ്റൽ ബാഗിന്റെ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നോക്കി ഞാൻ ഇടക്കിടക്ക് നോക്കണം മൈക്ക് വർക്ക് ആവണുണ്ടോ എന്നാണ് കേട്ടോ. അങ്ങനത്തെ 5 പാക്കറ്റാണ് കേട്ടോ നമ്മള് പാക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു സിബർ ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ 5 അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണോ നിങ്ങൾ ഉദ്ദേശിക്കണം അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഒറ്റ സിബർ ബാഗ് എടുത്താൽ മതി. ആ ഒരു ദിവസത്തേക്കുള്ളത് എല്ലാം ഇതിലുണ്ടാവും. അങ്ങനെ 1, 2, 3 4 5 അങ്ങനെ 5 സിബർ ബാഗിൽ അങ്ങനെ അതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ പഴയ മുണ്ടില്ലേ, അത് നമ്മളിങ്ങനെ കീറിക്കൊണ്ട് പോകും. ഇതൊക്കെ ഇപ്പൊ ആവശ്യമുണ്ടോന്ന് അറിയില്ല, ഇതൊക്കെ അമ്മയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് നമ്മൾ കഴുകി ചോദിക്കും. മുണ്ട് മറ്റേ മുണ്ടാണ് ചോദിക്കും പറഞ്ഞത്, ഇതല്ല. ഇത് നമ്മുടെ പഴയ സെറ്റ് മുണ്ടിന്റെ കരയൊക്കെ കളഞ്ഞിട്ട് കീറി എടുത്ത് കഴുകി ഉണക്കി തേച്ച് മടക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് കുറച്ചധികം ഞങ്ങൾ ഇങ്ങനെ ഒരു ബാഗിൽ, അതും ഇങ്ങനെ ഒരു സിബർ ബാഗിലാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടാകും. നമുക്ക് ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ വേണ്ട, എടുക്കുന്നവർക്കായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. വെറ്റ് വൈപ്സ് ആണ്, അത് 2 പാക്കറ്റ് ഉണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു വാട്ടർ 99% വാട്ടർ വരുന്ന വെറ്റ് വൈപ്സ് ആണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം ഇതാണുള്ളത്. ഇനിയിപ്പൊ അതും കൂടി മേടിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എന്തായാലും ഞാൻ വെറ്റ് വൈപ്സ് വെക്കാതിരിക്കരുതല്ലോ എന്ന് വിചാരിച്ച് 2 പാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതും കുഴപ്പമില്ല, വാട്ടർ ബേസ്ഡ് തന്നെയാണ്, എന്നാലും 99% വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതല്ല. പിന്നെ ഇതിൽ പാരബൻ ഫ്രീ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെറ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ ഇത് ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ കുളിപ്പിക്കുമ്പോഴൊക്കെ കിടക്കുന്ന ഷീറ്റാണ്. ഞാൻ പിന്നെ എല്ലാം കുറച്ചധികമായിക്കോട്ടെ എന്ന് വിചാരിച്ചു, അവിടെ വെച്ച് ആരും കുളിപ്പിക്കൊന്നുമില്ല, ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഇത് നമ്മളൊരു പൗഡറും സോപ്പും, ഇതൊന്നും ആവശ്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാല്. ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇതൊന്നും ചോദിക്കണില്ല. പണ്ട് പൗഡറും സോപ്പൊക്കെ എല്ലാം, സോപ്പ് വെളിച്ചെണ്ണ എല്ലാം കൊണ്ടുപോകണമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, അവര് ചോദിക്കും നമ്മളോട് വന്നിട്ട്, അതൊക്കെ തരാൻ പറയും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോഴേക്കും കുഞ്ഞിനെ ഇപ്പൊ കുളിപ്പിക്കണ പരിപാടിയും ഹോസ്പിറ്റൽസിലില്ല. കുഞ്ഞിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവര് തന്നെ കുഞ്ഞിനെ നന്നായി റാപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് തരികയെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഇൻ കേസ് അവര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അത് വെച്ചത്. പിന്നെ ഒരു കുഞ്ഞു ടോയ് ഉണ്ട്, ഒരു കിലുക്കം. ഇരിക്കട്ടെ, വരുമ്പോ തന്നെ നമുക്ക് 2 ടോയ്സ് ഒക്കെ കാണിച്ച് മയക്കി എടുക്കാമല്ലോ. ഇതൊക്കെ ഓവറാണ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആക്ച്വലി ഞാൻ ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്തേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഉണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ഡ്രൈ ഷീറ്റ് ആണ്. നമ്മൾ ഈ കുഞ്ഞിനെ കിടത്തണതിന്റെ താഴെ വിരിക്കില്ലേ, മൂത്രമൊക്കെ ഒഴിക്കുമ്പോഴേക്കും ആവാതിരിക്കാനായിട്ടുള്ള. അത് ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് മാറ്റി യൂസ് ചെയ്യണമെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ 2 ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് അല്ലാത്ത ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ആ ഒരു കുളിപ്പിക്കുന്ന ഷീറ്റില്ലേ, അതും ഒന്നും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യം വന്നാൽ നമ്മൾ ആ സമയത്ത് ഓടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ മെയിൻ ഹീറോ, ഇതില്ലാണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, നമ്മുടെ പാമ്പേഴ്സ്. ഇത് പാമ്പേഴ്സ് ആണോ മമ്മ അങ്ങനെ എന്തൊക്കെയോ, എനിക്കിപ്പോ അധികം ബ്രാൻഡിനെ പറ്റി ഒന്നും അറിയില്ല. ഇനി നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കും. അതെ, ഇനിയാണ് നമ്മൾ ശരിക്കും പഠിക്കാൻ പോണത്. ഇതിപ്പോ ഞാൻ ഒരു പാക്കറ്റേ വാങ്ങിയുള്ളൂ. നമ്മൾ കുറെ വാങ്ങിച്ചിട്ട് പോയിട്ട് സപ്പോസ് കുഞ്ഞ് ഇത് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ കൊണ്ട് കളയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ചെറിയ പാക്കറ്റാണ് വാങ്ങിയത്. ഇതൊക്കെ പിന്നെ നമുക്ക് തൊട്ട് ഹോസ്പിറ്റലിൽ താഴെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ അധികം ഓടേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇത് ഒരു പാക്കറ്റേ വാങ്ങിയുള്ളൂ. ഇതെങ്ങനെയാന്ന് നോക്കിയിട്ട് കുഞ്ഞിന് യൂസ് നല്ലതാണെങ്കിൽ വേറെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഇത് 1 വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത്.
ഇനി എന്ന് പറഞ്ഞാല് ഇതാണ് അമ്മയുടെ, ഇത് അമ്മയുടെ, ഷിയമ്മയുടെ അച്ഛന്റെ കുട്ടിയുടെ ഇത്ര സാധനം, കുട്ടിയുടെ ഇല്ല കേട്ടോ, ഇത്ര സാധനങ്ങൾ. നമ്മൾ ഇതിൽ കുറച്ച് അധികം സാധനങ്ങളുണ്ട്. നമുക്ക് തുറക്കാം. തുറന്നോളൂ. ഓക്കെ. എന്റെ അമ്മേ, ഇത് എന്ന് പറഞ്ഞാല് ഒരു കംഫർട്ടറാണ്. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ബെഡില് അല്ല മറ്റേ ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ അവര് തന്നെ തരും. പിന്നെ ഞാൻ കുറെ പേരുടെ കാണിച്ചപ്പോഴേക്കും കുറെ പേര് ബെഡ്ഷീറ്റ്, പുതപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ കണ്ടു. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് അവരങ്ങനെ തന്നില്ലെങ്കിൽ നമ്മൾ ഓടാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ. നമ്മൾ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവിടെ എല്ലാ സാധനവും കിട്ടുമായിരിക്കും. കിട്ടും. പിന്നെ നമ്മള് പോയി കഴിഞ്ഞാൽ അത്രയും പൈസ ലാഭിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലൊരു കംഫർട്ടർ ഉണ്ട്. ആൻഡ് ഞാൻ 3 ഇതുപോലത്തെ സ്ലിപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് എനിക്ക്, ഒന്ന് സീതുവിന്, അമ്മയ്ക്ക്, ഒന്ന് റീനാമ്മയ്ക്ക്. നമുക്ക് ഞങ്ങക്ക് 3 പേർക്ക് ഇടാൻ വേണ്ടി ഞാൻ 3 ചെരുപ്പ് അവിടെ. ഇതൊക്കെ ഓവറാണ് കഴിച്ച്. ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഒന്നിനൊരു കുറവ് വേണ്ടല്ലോ. ഒന്നിനൊരു കുറവ് വേണ്ട. എന്റെ ആദ്യത്തെ ഗർഭമായോണ്ട് ഞാൻ എല്ലാം അങ്ങോട്ട് തികച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ 3 ദിവസം നിൽക്കുമ്പോഴേക്കും കംഫർട്ടബിൾ ആയിട്ടായിട്ട് 3 സ്ലിപ്പേഴ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഫൺ വീഡിയോ ആയിരിക്കും കേട്ടോ. നീക്കി തരാം. ഇത് ടർക്കിയാണ്. ടർക്കിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ടർക്കി 2 ടർക്കി ഉണ്ട്. നമുക്ക് തോർത്താനോ തുടയ്ക്കാനോ ഒക്കെ നമുക്ക്. ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്, കുഞ്ഞിനല്ല കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് ആകെ പറഞ്ഞത് 2 മുണ്ട് വേണം എന്ന് പറഞ്ഞു, വെള്ളമുണ്ട്. അത് പഴയതായാലും മതി, പുതിയതായാലും കുഴപ്പമില്ല, എങ്ങനെ ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും പുതിയത് തന്നെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലേബർ റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ചോദിച്ചു എന്തെങ്കിലും നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുവരുന്നുണ്ടോ. അപ്പൊ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഇടുന്ന ഉടുപ്പ് ഉൾപ്പെടെ എല്ലാം അവര് തന്നെ ഡിസ്പോസിബിൾ ഡ്രസ്സുകളായിരിക്കും എന്ന് പറഞ്ഞത്. കുഞ്ഞിനെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അവര് തന്നെയാണ് എല്ലാത്തിനും റാപ്പ് ചെയ്ത് തന്നത്. പിന്നെ നമ്മൾ റൂമിൽ വരുമ്പോൾ നമുക്ക് നൈറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ അവർക്ക് അവര് തന്നെങ്കിൽ അവർ അവിടെ നിന്ന് തന്നെ തരും എന്ന് പറഞ്ഞു. നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ നൈറ്റി അല്ലേ. അമ്മ എന്താ മിണ്ടാണ്ടിരിക്കണം, മിണ്ട്. പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത് മാത്രം അവർ എന്നോട് പറഞ്ഞു 2 വെള്ളമുണ്ട് എന്തായാലും വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 2 വെള്ളമുണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്ന ലിസ്റ്റ് ഉണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും. ഇപ്പൊ അവരും മിക്ക ഹോസ്പിറ്റലുകാരും ഒന്നും വേണ്ടെന്നേ പറയുള്ളൂ. എങ്കിലും നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്, പുതപ്പ്, ബെഡ്ഷീറ്റ്, ഞാനിവിടെ നിന്ന് കെട്ടുമാണ്ടൊക്കെ ഇട്ട് നാട് വിട്ട് ഹോസ്പിറ്റലിൽ മറ്റേ ലൈഫ് ലോങ് ജീവിക്കാൻ പോണ പോലത്തെ പാക്കിംഗ് ആണ് കേട്ടോ നടക്കുന്നത്. ഇതൊക്കെ ആവശ്യം വരുമോന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻ കേസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ഇനിയിപ്പോ ഇതെന്ന് പറഞ്ഞാല് അമ്മയുടെ ഉടുപ്പാണ്. അമ്മക്കൊരു 3 ദിവസത്തെ ഡ്രസ്സ് എടുത്തേക്കണം. 3 ചുരിദാർ സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുട്ടിയുടെ അച്ഛന്റെ ഉടുപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കുട്ടിയുടെ അച്ഛന്റെ ഉടുപ്പ് വരണേ ഉള്ളൂ. പിന്നെ അത് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ലേറ്റ് ആയി പോകും വീഡിയോ എടുക്കാനായിട്ട്. എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടായെന്ന് വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യാൻ. ഇപ്പൊ കിച്ചാമ്മന്റെ 2-3 ഡ്രസ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പാർട്ട്മെന്റ് ഫില്ലാകും. കിച്ചാമ്മന്റെ അമ്മയുടെ 3 ഡ്രസ്സും വെച്ചിട്ടുണ്ട്. പിന്നെ റീനാമ്മയുടെ ഒക്കെ ഉണ്ട്. അത് റീനാമ്മ വരുമ്പോ കൊണ്ടുവരും. അപ്പൊ നമ്മള് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മേളിലേക്ക് എടുക്കുമ്പോ ആദ്യം ഇത് കാണുമ്പോ ചിലവരിപ്പോ കമന്റ് ചെയ്യും, നീ എന്ത് വിചാരിച്ച പ്രസവിക്കാൻ പോണേ, സിമ്പിൾ അല്ലാണോ എന്നൊക്കെ. ഞാൻ ഇതെന്റെ മേക്കപ്പ് സെറ്റ് മേക്കപ്പ് ചെയ്യാൻ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരില്ലേ, അപ്പൊ മേക്കപ്പ് ചെയ്തിട്ട് വരാനായിട്ടാ. ഇതിൽ എന്തൊക്കെ ഉണ്ട് ഞാൻ ഇരിക്കട്ടെ, ഒന്നിനൊരു കുറവ് വേണ്ട. അമ്മ ഇങ്ങോട്ട് നീങ്ങിരിക്കും. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു ചീപ്പ് ഉണ്ട്, അമ്മക്ക് ചിരി വരുള്ളൂ, നമ്മൾ എന്തിനാ അങ്ങോട്ട് പോണേന്ന്. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ബാഷ്പീക്ക് തുളസി, നമ്മുടെ തലവേദനയൊക്കെ വന്നാൽ തേക്കാനായിട്ടുള്ളതാ. അത് ഞാൻ എടുത്ത് വെച്ചതാ. അത് യൂസ്ഫുൾ ആണ്. പിന്നെ ഇതൊരു ക്ലിപ്പ്, നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണമെങ്കിൽ 1-2 എടുക്കാറുണ്ട് ക്ലിപ്പ്. പിന്നെ ഹെയർ ബാൻഡ്, നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ലേബർ റൂമിലേക്ക് വരുമ്പോൾ മുടി പിന്നിട്ടിട്ടല്ലേ വെക്കുക. എനിക്ക് തോന്നുന്നു 2 എണ്ണം കൂടി വേണമായിരിക്കും. 2 സൈഡ് അവർ പിന്നിടുമായിരിക്കും. എനിക്ക് നമ്മുടെ ലോങ് ഹെയർ ഉണ്ടല്ലോ, അതിപ്പോ ഞാൻ 1 വെച്ചിട്ടുള്ളൂ. പിന്നെ പൊട്ട്, പിന്നെ ഐലൈനർ, നമ്മള് കണ്ടും കൽപ്പിച്ച കാജൽ, ലിപ് ബാം, ലിപ്സ്റ്റിക്, ലിപ് ലൈനർ, പിന്നെ 2-3 സ്ലൈഡ്. ഇതിലാകെ ആവശ്യമായിട്ട് വരിക ഈ ചീപ്പും ബുഷും ക്ലിപ്പും മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. എങ്കിലും
ഇരിക്കട്ടെ ഇനി. അതെ, അവിടെ ചെന്നിട്ട് ഇനി പോരാൻ നേരത്തെ എനിക്ക് ഇനി മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നിയാലോ. ചിലപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ഗെറ്റ് റെഡി ഒക്കെ എടുത്തു വരും. ഇത് നമ്മുടെ ടോയ്ലറ്ററീസ് ആണ് കേട്ടോ. ഇതെന്തായാലും ആവശ്യമായിട്ടുണ്ട്. ഇതിൽ നമ്മളിതേ ഒരു ബ്രഷ്, ഇതൊക്കെ ഇന്ത്യയാണ് കേട്ടോ. ഒരു ബ്രഷ്, ഒരു പേസ്റ്റ്, പിന്നെ എൻ്റെ ഫേസ് വാഷ്, ഒരു സോപ്പ്, ഒരു ഡെറ്റോള്. ഇതൊക്കെ വേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾ എന്തായാലും പാക്ക് ചെയ്തോളൂ. ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് അല്ലേ? അത് വേണം, എല്ലാം വേണം. നമുക്ക് ചിരി വരണു ഞാനിതൊക്കെ പാക്ക് ചെയ്ത് കണ്ടിട്ട്. ഇനി ഇപ്പഴത്തേക്ക് വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ നമ്മള് ഇത് മെറ്റേണിറ്റി പാഡ്സ് ആണ് കേട്ടോ. എന്റെ അടുത്ത് കുറച്ച് കമന്റിൽ 4 ഉണ്ടമ്മ. കമന്റിൽ പറഞ്ഞു മെറ്റേണിറ്റി പാഡ്സിനായാലും നല്ലത് നമ്മുടെ നോർമൽ പീരീഡ് പാഡ്സ് ആണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഏതാണ് നമുക്ക് യൂസ്ഫുൾ ആവണേന്ന് അറിയില്ലല്ലോ. അപ്പം ഇത് മെറ്റേണിറ്റി പാഡ്സ് ആണ്. ഇത് പാഡ് ഫിക്സർ ആണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരും പാക്ക് ചെയ്യണ കണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇത് നോർമൽ പാഡ്സ് ആണ്. ആൻഡ് ഇത് സിവയുടെ മെറ്റേണിറ്റി പാഡ്സ് ആണ്. ഇത് ഹെർബൽ വരുന്ന നമുക്ക് ഹെവി ഫ്ലോയിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതൊരു 4 പാക്കറ്റ് അത് തന്നെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മെയിൻ സാധനം കേട്ടോ. ഇത് ഞങ്ങളുടെ ഹോം കമ്മിങ് ഡ്രസ്സാണ്. അത് കാണിച്ചു തരാം. ഞങ്ങൾ അച്ഛനും അമ്മയും കുട്ടിയും ഒരേ കളർ ഉടുപ്പിട്ടിട്ടേ വരുള്ളൂ. ഈ അവസാനം ഞാൻ ഈ ഉടുപ്പൊക്കെ എന്റെ കൊച്ചിന് ഇടിയിക്കുമ്പോഴേക്കും അത് കൊച്ചു വലിച്ചു കാണുന്ന ഒരു രംഗം കൂടി ഉണ്ടാവും മിക്കവാറും. ഞങ്ങൾ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്റെ ഐഡിയ ആണ്. ഇതിലൊക്കെ ഓറാണ് കേട്ടോ. ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ആക്ച്വലി. ഇതുണ്ട് ഒരു കുഞ്ഞ് റോംബർ, ഒരു ഓറഞ്ച് കളറുള്ള റോംബർ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അതുപോലെ ഒരു ആഗ്രഹത്തിന് പുറത്തെടുത്ത് വെച്ച അമ്മ അപ്പൊ ചിരിക്കണു. ഒരു റിസീവിങ് ടവലാണ് കേട്ടോ കുഞ്ഞിന്. അത് ഓറഞ്ച് മേടിച്ചില്ല. എനിക്ക് തോന്നണില്ല കുഞ്ഞ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ഇടിയിപ്പിക്കുക എന്നുള്ളത്. ഇടിയിപ്പിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഒരു ഉടുപ്പില്ലാണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോരും. ഇത് കിച്ചാമന്, അമ്മാന്റെ കണ്ണു പോയേ. ഇത് കിച്ചാമന് ഒരു ഷർട്ട് ഓറഞ്ച് കളറിലെ. ആൾക്കാർ ഇപ്പൊ വീഡിയോ കണ്ട് ചിരിക്കായിരിക്കില്ലേ. ഇത് എനിക്കൊരു ഉടുപ്പ് കേട്ടോ, ഫീഡിങ്ങിനൊക്കെ പറ്റിയ പോലത്തെ ഒരു ഡ്രസ്സ്. ഇത് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയും കുഞ്ഞും ഒരേപോലെ കളറൊക്കെ ഇട്ടിട്ട് വരാനായിട്ടാണ്. ശരിയാണ് അമ്മ പറഞ്ഞത്. മറ്റേ ഇതും കൂടി ഓറഞ്ച് മേടിക്കാൻ നീല വരും അതിന്റെ ഇടയിൽ. ഇത് കുഞ്ഞിന്റെ ഇത് ഇത് നമ്മള് ഇതിന് കൂടുതൽ വെച്ചതാണ് കേട്ടോ. ആളെങ്ങനെയാണ് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു പാക്കറ്റ് മറ്റേതിൽ 5 നമ്മള് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം കൂടി എക്സ്ട്രാ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലും സെയിം അതേ സാധനങ്ങൾ തന്നെയാണ്, വേറെ കൂടുതലൊന്നുമില്ല. ഇത് നമ്മുടെ ബെല്ലി ബെൽറ്റ് ആണ്. ബെല്ലി ബെൽറ്റ് എന്നല്ല പറയണത്, ഇതിന് മെറ്റേണിറ്റി ബെല്ലി ബെൽറ്റ് ആണ്. നമ്മൾ വയർ കെട്ടുമല്ലോ. ഇപ്പം ഞാൻ കുറെ വീഡിയോസ്, എല്ലാ വീഡിയോസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കുറെ വീഡിയോ റെഫർ ചെയ്തപ്പോ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസവം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ വയറിങ്ങനെ കെട്ടലുണ്ട് ചാടാതിരിക്കാനായിട്ട്. ഒന്നും ചെയ്യുമോ എനിക്ക് തോന്നല്ല. എനിക്കൊന്നും അറിയില്ല. ഓരോന്നിൽ കണ്ടുകൊണ്ട് എടുത്ത് വെച്ച. അപ്പൊ ഞാൻ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മുഷിഞ്ഞാൽ അടുത്തത്. നമ്മുടെ കാലം പോലെ അല്ലല്ലോ പുതിയ കാലം. അതെ, അതുകൊണ്ട് അറിയില്ല. അങ്ങനെ ഞാൻ 2 എല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. വേണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ, വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. ഇത് അമ്മയുടെ എന്റെ ഇതിലെന്ന് പറഞ്ഞാല് ഒരു മെറ്റേണിറ്റി നൈറ്റി ഉണ്ട്. മെറ്റേണിറ്റി ഡ്രസ്സില്ലേ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കണാണ് കേട്ടോ, ചേച്ചി ഇടുന്ന മെറ്റേണിറ്റി ഡ്രസ്സുകളൊക്കെ എവിടെ നിന്നാണ്. എല്ലാം ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. ഞാൻ എല്ലാ ഇൻസ്റ്റഗ്രാം ഐഡീസും താഴെ കൊടുക്കാം. എൻ്റെ മെറ്റേണിറ്റി ഡ്രസ്സിന്റെ ഒരു മെറ്റേണിറ്റി ഡ്രസ്സ് ഉണ്ട്. ആൻഡ് എൻ്റെ ഇന്നേഴ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നോർമൽ ഇന്നേഴ്സും ഉണ്ട്, മെറ്റേണിറ്റി ഡ്രസ്സും ഉണ്ട്. അങ്ങനത്തെ ഒരു 5 സെറ്റ് ഉണ്ട് അല്ലെ. ഇതില് പാക്കറ്റ് ആക്കിയിട്ട് ഞാൻ 3 സെറ്റാ വെച്ചിട്ടുള്ളത്. പിന്നെ 2 പാവാട, 2 എക്സ്ട്രാ 2 ഡ്രസ്സും കൂടി വെച്ചിട്ടുണ്ട്. ആൻഡ് ചിലവര് പറഞ്ഞു അണ്ടർസ്കേർട്ട് വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ കോട്ടന്റെ 2 അണ്ടർസ്കേർട്ടും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രസ്സ്, ഇതെല്ലാം കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തേക്കണത്. ചൂട് സമയത്ത് ചൂടല്ലേ, നമ്മള് AC റൂം ആണെങ്കിൽ പോലും ബോഡി ഭയങ്കര ഹീറ്റ് ആയിരിക്കും എന്നാണ് എല്ലാരും പറഞ്ഞത്. ഈ നൈറ്റീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി നൈറ്റീസ് ആണ് കേട്ടോ. നൈറ്റീസ് അല്ല, ഫ്രോക്കുകള്. ഫ്രോക്ക് നൈറ്റി. ഓഹോ അമ്മ ഭയങ്കര സംഭവം തന്നെ. അവസാനത്തേക്ക് എത്തി കേട്ടോ. കഴിഞ്ഞു നമ്മുടെ അതിഗംഭീരമായ പാക്കിംഗ്. എല്ലാവരും പോകുമ്പോ പണ്ട് മുതലേ കൊണ്ടുപോകണതാണ് ഈ ഒരു ബോക്സിലെ കൊട്ട. അപ്പൊ എനിക്കും വേണമെന്ന് പറഞ്ഞു. വെറുതെ ഒരാവശ്യമില്ല, ഇതിലൊന്നും തന്നെ ഇല്ല. ഒരു കൊട്ട. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അലക്കാനുള്ള തുണി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് വരാം അല്ലേ.
അല്ല ഇതില് ശരിക്കും കൊച്ചിന്റെ തുണികളൊക്കെയാണ് മടക്കി വെക്കണത്. മടക്കി വെക്കണം. പണ്ട് നമുക്ക് ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കഴുകിയൊക്കെ എടുക്കുമ്പോഴത്തേക്കേ ഇതിനകത്തേക്ക് വെക്കുമ്പോ എടുക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, മടക്കി മടക്കി വെച്ചാ മതി. ഇപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എല്ലാരും കൊണ്ടുപോകണ്ടെന്ന് അറിയില്ല. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ. അമ്മയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്കും വേണം. അമ്മ ഇങ്ങനെ നീങ്ങിരിക്കും. ഞാൻ പറഞ്ഞു എല്ലാം എനിക്കും വേണം. നിങ്ങൾ ഈ കണ്ട എല്ലാ സാധനങ്ങളും ഞാൻ പുതുപുത്തം വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് തലക്കോളമാണ് ഗൈസ്, അതിന്റെ ആവശ്യം തന്നെ ഇല്ല. ആൻഡ് നിങ്ങൾ വേറൊരു കാര്യം കൂടി എനിക്ക് കമന്റിൽ പറഞ്ഞു തരണം. ഇതിൽ ഞാൻ കുറെ ഓവറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് തരും. അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ഇനിന്ന് പറഞ്ഞാല് ഇത് ഫ്ലാസ്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള സാധനമാണ്. ഫ്ലാസ്ക് ഉണ്ട്. നമുക്ക് മറ്റേ ഇതെടുക്കണോ, വെള്ളം തിളപ്പിക്കണത്, കെറ്റില് നോക്കാം. അതാണ് ഇത്തിരി വെള്ളം നമുക്ക് പെട്ടെന്ന് ചായ വേണമെങ്കിൽ കെറ്റിൽ എടുത്ത് നോക്കാം. ചായപ്പൊടിയും പഞ്ചസാര എടുത്താൽ മതിയല്ല. ഞങ്ങൾ അങ്ങോട്ട് വീട് താമസം മാറാം. പിന്നെ തൂക്കുപാത്രം, നമുക്ക് എന്തെങ്കിലും ഇതിപ്പോ ഞാൻ കഞ്ഞി വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കെട്ടിയെന്ന് തന്നെ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ കഞ്ഞി കുടിക്കില്ല ഗൈസ്. ഞാൻ എന്റെ ജീവിതത്തിൽ കഞ്ഞി കുടിച്ചത് വളരെ വിരളമാണല്ലേ. പനി വരുമ്പോ പോലും ഞാൻ കഞ്ഞി കുടിക്കാറില്ല. പക്ഷെ നമുക്ക് വല്ല ചായ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ, പാൽ ചായ ഒക്കെ വാങ്ങണമെങ്കിൽ ഒരു കെറ്റിൽ അല്ല ഒരു തൂക്കുപാത്രം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെനിക്ക് ഹോസ്പിറ്റലിൽ വെള്ളം കുടിക്കാനുള്ള പുതുപുത്തൻ ഗ്ലാസ്, അത് അടച്ചു വെക്കാനുള്ള പാത്രം. നിങ്ങൾക്ക് നല്ല കോമഡി ആയിരിക്കും ഈ വീഡിയോ. പിന്നെ നമ്മള് കഞ്ഞി കുടിക്കാൻ സ്പൂൺ, അത് കഞ്ഞി കോരാൻ കയ്യില്, കറി എടുക്കാൻ പ്ലേറ്റ്, കഞ്ഞി കുടിക്കാനുള്ള പ്ലേറ്റ്. ഇതാണ് മെയിൻ സാധനം. ഇത് മെയിൻ ആട്ടോ. ഇത് നമ്മള് ഗോകർണം സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കഴുകി ഉണക്കി ഒന്നും കൂടി സ്റ്റെറിലൈസ് ചെയ്തൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ നമുക്കൊരു കുറവെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഒരു ഗോകർണം ഉണ്ട്. പിന്നെ ഒരു കത്തി, ആപ്പിളൊക്കെ മുറിക്കാൻ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ. ഇതാണ് ഈ ഒരു ബോക്സിലുള്ള കേട്ടോ. ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ കുഞ്ഞിന്റെ കൊതുക് ബെഡില്ലേ, മോസ്കിറ്റോ നെറ്റോട് കൂടിയ ബെഡില്ലേ, അതാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കിടത്തുമ്പോൾ കൊതുക് ഉണ്ടാകും. കൊതുക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മസ്ലിൻ മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ. നമുക്ക് ചൂടുകാലത്തൊക്കെ പറ്റിയതാണ്. മസ്ലിൻ മെറ്റീരിയലിലുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നോർമലിനേലും ഇത് കുറച്ചുകൂടി നല്ലതാണ്. ആൻഡ് ഇത് എന്ന് പറഞ്ഞാല് തുറക്കണത് ഇത് നമ്മുടെ റിസീവിങ് ബാഗ് ഇല്ലേ, കുഞ്ഞിനാ മേടിക്കില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ. ഇത് ഞാനായിരിക്കില്ല എടുക്ക, ഇതെടുക്കാൻ അവിടെ തലക്കിടിയായിരിക്കും ആൾക്കാര്. അപ്പൊ ഇതില് നമ്മൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് തരുമ്പോ നമുക്ക് ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ടുള്ള ആ ഒരു ഇത് മസ്ലിനാണ് കേട്ടോ. ഇതും നമുക്ക് ചൂടുകാലം ആയതുകൊണ്ടിട്ട് മസ്ലിൻ മെറ്റീരിയൽ ഉള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഇതും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹാൻഡ് ബാഗ് ഒന്നുമില്ല. ഇതിലുള്ളതെന്ന് പറഞ്ഞാല് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ്. ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ഫയല് വാങ്ങിയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് സ്കാൻ മുതലുള്ള എല്ലാ റിപ്പോർട്ട്സും ഇതിലുണ്ട്. ഹോസ്പിറ്റലിൻ്റെതായ എല്ലാ ഡോക്യുമെന്റ്സും ഈ ഒരു ഒറ്റ ഫയലിലുണ്ട് കേട്ടോ. ആൻഡ് പുറത്ത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ വാലറ്റ് ആണ്, ക്യാഷ്, അതുപോലെ തന്നെ ATM കാർഡ്സ്, പിന്നെ തിരിച്ചറിയലിൻ്റെ അങ്ങനെ രേഖകൾ അങ്ങനെയൊക്കെ വന്നിട്ട് അതുണ്ട്. ആൻഡ് എൻ്റെ ഒരു ഫോൺ ഉണ്ട്. ഈ ചാർജറൊക്കെ ഇപ്പൊ ഞാൻ എടുത്ത് പുറത്തേക്ക് കൂട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. എൻ്റെ 2 ചാർജർ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെഡിസിനും കൂടി ആഡ് ചെയ്യണം. അതിപ്പോ എവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നല്ലേ അവിടെ നിന്ന് വരുമോ ഒരു മെഡിസിൻ, അത്രേ ഉള്ളൂ. ഞാൻ ഹോസ്പിറ്റൽ ബാഗിലുള്ളത് കേട്ടോ. സോ ഇത്രയൊക്കെയാണ് സാധനങ്ങളുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗില്. ഇത് കുറച്ച് കൂടുതലാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്യാൻ എന്റെ വീടും കൂടി ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത് വരും. വേറെ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ആൻഡ് നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിന്റെ പാക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.